രാവിലെ നല്ല മഴയായിരുന്നു. മഴ പെയ്താൽ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ അവസ്ഥ. ഫുള്ള് വെള്ളമായിരിക്കും. ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ള ഓവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ആയിട്ട് നമ്മൾ ചെറിയൊരു ഓവ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം അതൊന്ന് തുറന്നു വിട്ടാൽ ഈ വെള്ളമെല്ലാം പോകത്തുള്ളൂ. അപ്പം ഞാനത് തുറന്നു വിടുവാണ്, അല്ലെങ്കിൽ മുറ്റം മൊത്തം വൃത്തികേടാവും. ഇനിയിപ്പോൾ ആ വെള്ളം റോഡിലോട്ട് ഒഴുകി അതങ്ങ് പൊക്കോളും. അങ്ങനെ വെള്ളം ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതാണ് അവസ്ഥ. രാവിലെ കിണ്ണത്തപ്പമായിരുന്നു കഴിക്കാൻ. ഗോതമ്പിൻ്റെ കിണ്ണത്തപ്പമായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. പരിപ്പ്, മീൻകറി, മീൻ പൊരിച്ചത്, പപ്പടം ഇത്രയും ഉണ്ടായിരുന്നു. ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ട്സ് രാത്രി കേക്കുമായിട്ട് വന്നു. പക്ഷേ കേക്കിൽ ഒരു ചെറിയ ട്വിസ്റ്റ് വേറൊന്നുമല്ല. അവരെടുത്തുകൊണ്ട് വന്ന കേക്ക് മാറിപ്പോയി. 3 കേക്കിന് ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന കേക്ക് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് മുറിക്കാൻ വെച്ചിരുന്ന കേക്കായിരുന്നു. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത് തന്നെ മുറിക്കാമെന്ന് വിചാരിച്ചത്. ഇതായിരുന്നു കേക്ക്. ഒരു ആനക്കുട്ടിയുടെ പടം, ലിറ്റിൽ വൺ, ഹാപ്പി ബർത്ത്ഡേ ലിറ്റിൽ വൺ എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, എന്തായാലും നമുക്കൊരു കേക്ക് കഴിച്ചാൽ പോരെ. 25 വയസ്സ് പ്രായമുള്ള എൻ്റെ ചേച്ചി 1 വയസ്സ് പോലും ആവാത്തൊരു കൊച്ചിൻ്റെ കേക്ക് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ചമ്മലും കാര്യങ്ങളൊക്കെ മുഖത്തുണ്ട്. പക്ഷെ ഞങ്ങളാരും അതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു. അമ്മ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് ബർത്ത്ഡേ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. കേക്ക് നല്ല അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്കിൽ കുറച്ച് അമ്മളി പറ്റിയിട്ടുണ്ടെങ്കിലും പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു. കേക്കിൻ്റെ കൂടെ ഒരു ഹാമ്പറും കൂടി ഉണ്ടായിരുന്നു. അപ്പം അതവർ കൊണ്ടു കൊടുക്കുമ്പം എൻ്റെ ചേച്ചിയുടെ മുഖത്ത് ഒന്നും കൂടെ പ്ലിങ് ആവുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആദ്യം ഒരു കേക്ക് കൊണ്ട് കൊടുത്തതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അങ്ങനെ അവർ ആ ഒരു ഹാമ്പർ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു. അപ്പം ഇതും മറ്റേതുപോലെ കുളമാവുമോ എന്നുള്ളൊരു ടെൻഷനും ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ വോയിസിൽ പറയുന്നുണ്ട്. പക്ഷേ കിട്ടിയപ്പം അടിപൊളി. ചേച്ചി ഭയങ്കര സന്തോഷം. ഇത് രണ്ടും ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമല്ല. അതുപോലൊരു സന്തോഷം എൻ്റെ ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നു. ഇതാണ് ഹാമ്പർ. അതിനകത്തൊരു പാണ്ടയുടെ ലൈറ്റൊക്കെ കത്തുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഒരു മിനി ഫ്രെയിം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ 3 ഫോട്ടോ വെച്ചിട്ടുള്ളൊരു മിനി ഫ്രെയിം അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നല്ല ക്ലാരിറ്റി ഉള്ള പിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഡയറി മിൽക്ക്, പിന്നെ കുറേ കിറ്റ് കാറ്റ്, പിന്നെ കുറേ ഫ്ലവേഴ്സ്, പിന്നെ 2 ജിമിക്ക് പോലത്തുള്ള കമ്മലും ഉണ്ടായിരുന്നു. ഹാമ്പർ നമ്മൾ കൊച്ചാണ് കാണുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും പക്ഷേ അടിപൊളിയായിരുന്നു. അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. കാണുമ്പോൾ ചെറിയ ഹാമ്പറായിട്ട് തോന്നുമെങ്കിൽ ഇത്രയും സാധനം ഇതിനകത്ത് ഉണ്ടെന്ന് തുറന്നപ്പോഴാണ് അറിയുന്നത്. ഇത്രയും സാധനം അതിനകത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അടിപൊളിയായിരുന്നു. അടിപൊളി ഹാമ്പറായിരുന്നു. ഈ ഹാമ്പർ ചെയ്തത് ചേച്ചിയുടെ ഫ്രണ്ട് തന്നെയാണ്. കൊണ്ട് തന്ന ചേച്ചിയാണ്, ഗിഫ്റ്റ് കൊണ്ട് തന്ന ചേച്ചിയാണ് ഹാമ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നല്ല അടിപൊളിയാണ്. അടിപൊളിയായിട്ട് ഹാമ്പറും പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ചു പോയി. നമ്മളിതേ പോപ്പിക്ക് കേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.